ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അത് ഇപ്പോൾ വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ BBSൻ്റെ പുതിയൊരു അപ്ഡേഷനായിട്ടാണ്. മോർണിംഗ് ടാസ്ക് ഓൾറെഡി കഴിഞ്ഞു. അതെന്ന് വെച്ചാൽ അവിടെ ആ ഡ്രസ്സ് കിട്ടാനുള്ള ആ ബാജില്ലേ, അതിൻ്റെ ആയിരുന്നു ആ ഒരു ടാസ്ക്. അപ്പം അത് 3 പേരും ആ ഒരു കളത്തിൽ വെച്ചിട്ട് എടുക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ വ്യക്തികൾക്ക് നമ്മുടെ ആരും 2 കിട്ടിയത് 2 എടുത്ത് എറിഞ്ഞപ്പോൾ അത് നമ്മുടെ ജസിൽ എടുത്തു. പിന്നെ നമ്മുടെ ഷാനവാസ് പിന്നെ ജസിൽ, ആര്യയ്ക്ക് പിന്നെ കയ്യിൽ സ്ഥിരം ഇരിപ്പുണ്ട്, അത് തന്നെയാണ്. അപ്പം ജസിലിന് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ നിയമം തിരിച്ചതുകൊണ്ട് ജസിലിന് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജസിലിൻ്റെ സാധനങ്ങളൊക്കെ ബിഗ് ബോസ് തിരിച്ചയച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ജസിൽ അത് നമ്മുടെ അഭിലാഷിന് കൊടുത്ത്. കാരണം അഭിലാഷിന് കാല് വയ്യാത്ത ഒരാളാണല്ലോ, പുള്ളിക്ക് ആ സോക്സും കാര്യങ്ങളെല്ലാം കിട്ടണം. അത് ചെയ്ത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ ഇനിയും കുറേ പുതിയ ഗെയിംസ് വരാനുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഇന്ന് ഓരോന്ന് കാണാം. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾ കുറച്ച് ലിപ്സ്റ്റിക്കോ ഫൗണ്ടേഷനോ കൊടുത്ത് ഇവരെ പ്രശ്നം തീരും. ഇവർക്ക് തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നൈറ്റ് തന്നെ എന്തൊക്കെ വലിയ രീതിയിൽ പ്രശ്നം അവിടെ ഉണ്ടായത്. ഒരു ബീട്രൂട്ടിൻ്റെ പേരും പറഞ്ഞ് ഭയങ്കര ഇഷ്യൂസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബീട്രൂട്ടൊക്കെ ഇട്ട് എത്ര നേരം ഈ ലിപ്സ്റ്റിക്കായിട്ട് പിടിച്ച് നിൽക്കുമെന്നൊക്കെ നമുക്കറിയുന്ന. കാരണം ഇവരും ഈ സെലിബ്രിറ്റീസ് മാത്രമല്ലല്ലോ ഇപ്പം കേരളത്തിൽ മേക്കപ്പ് ഇടുന്നത്. എല്ലാ ആൾക്കാരും മേക്കപ്പും കാര്യങ്ങളും ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്നേരം എല്ലാവർക്കും മനസ്സിലാകും ഇവരൊക്കെ എത്രത്തോളമാണ് ഈ ഡ്രാമ കളിച്ച് നടക്കുന്നത്. നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അനുമോൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് മേക്കപ്പ് ഇടുന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഇപ്പം അനുമോളുടെ ചുണ്ടിൽ എപ്പോഴും ലിപ്സ്റ്റിക്കാണ്. ഏത് സമയം ആ പുള്ളിക്കാരൻ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക്. ഇപ്പം എത്ര സമയം വരെ നമുക്കൊരു ബീട്രൂട്ട് എടുത്തിട്ടാൽ അതിൻ്റെ ആ കളർ നിൽക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നേരം ഇവിടെയൊക്കെ എല്ലാവരും ആ ബീട്രൂട്ടാണ് പുറത്തുനിന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഇങ്ങനെയുള്ള ബീട്രൂട്ട് ഇറങ്ങിയ പിന്നെ ലിപ്സ്റ്റിക്ക് ഇവിടത്തേക്ക് സുനാപ്പി ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് വഴിയെ കാണാം. നടക്കട്ടെ അല്ലേ? ഓക്കെ, ബൈ ബൈ, ടാറ്റാ.